നെയിൽ പോളിഷ് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ നമുക്ക് ക്രാഫ്റ്റിനും ജ്വല്ലറി മേക്കിങ്ങിനും ഉപയോഗിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് ഇന്ന് ഞാൻ എടുക്കുന്നത് ഒരു മെറ്റൽ വയർ, ഹെയർ പിൻ, പിന്നെ പെൻ ഓർ പെൻസിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു റോഡ് ഷേപ്പിലുള്ളത്, പിന്നെ നെയിൽ പോളിഷ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമുക്കിന്ന് ആവശ്യം. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഹെയർ പിന്നാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പെന്നിനെടുത്തിട്ട് അതിലോട്ട് ഈ മെറ്റൽ വയർ ചുറ്റി ഓരോ എതളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു എതൾ ഉണ്ടാക്കാനാണ് നമ്മളിങ്ങനെ ചുറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു 1-2 റൗണ്ട് ഇങ്ങനെ നന്നായി ചുറ്റി ടൈറ്റാക്കി ഈ റൗണ്ട് ഷേപ്പിൽ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിന് ചേർത്തി രണ്ടാമത്തെ ഇതുപോലെ ചുറ്റിയെടുക്കാം, പിന്നെ മൂന്നാമത്തെ ചുറ്റിയെടുക്കാം. അങ്ങനെ ഓരോ എതളായിട്ട് ചെയ്തിട്ട് നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 5 പെറ്റലൊക്കെ ആണെങ്കിലാണ് ഒരു ഫ്ലവറിന് കറക്റ്റായിട്ട് ഓരോ എതളും പരസ്പരം ഇങ്ങനെ ചേർന്നിരിക്കണം. പക്ഷെ ഒന്നിൻ്റെ മേലെ പോകാതെ ഇരിക്കുന്നതായിരിക്കും ഭംഗി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെയിൽ പോളിഷ് കൊണ്ട് കളർ ചെയ്യുന്ന സമയത്ത് വേഗം ചെയ്യാൻ കിട്ടും. അല്ല ഒന്നിൻ്റെ മേലെ ഒരു എതൾ വന്നിരിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റ് 5 ഇതിലുള്ള ഒരു ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഓരോ എതളിൻ്റെ വലുപ്പവും നമ്മൾ എടുക്കുന്ന പെന്നിൻ്റെയോ പെൻസിലിൻ്റെയോ വണ്ണത്തിനനുസരിച്ചിരിക്കും. നമ്മൾ നല്ല വണ്ണം കുറഞ്ഞതെടുക്കുകയാണെങ്കിൽ അതിൻ്റെ എതളും നല്ല ചെറുതായിരിക്കും. കുറച്ച് വലുപ്പവും കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വലുപ്പം കൂടും. അപ്പോൾ 5 ഇതിലുള്ള നല്ലൊരു ഫ്ലവർ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 2 അറ്റവും ചേർത്ത് നന്നായി ചുറ്റി വെച്ചാൽ മതി. അപ്പോൾ ഈ പല വലുപ്പത്തിലുള്ള കുറേ ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും ഷേപ്പ് ഇതിൽ 6 ഉണ്ട്, ഇത് 3. അപ്പോൾ ഓരോ 3 ഇതിലുള്ളത് 6 ഇതിലുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പെന്നിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ചെറുതെല്ലാം ഈ ഒരു മെറ്റൽ പീസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി വലിയ എതളുള്ളത് കുറച്ചുകൂടി വണ്ണമുള്ള സ്കെച്ചിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഓരോ വലുപ്പം നമുക്കതനുസരിച്ചിട്ട് ഉണ്ടാക്കാൻ എടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ എതള് 1-2 സൈഡിലൊന്ന് പ്രസ് ചെയ്തിട്ട് കുറച്ച് ലെങ്തി ആക്കി വയ്ക്കും. അതായത് വീതി കുറച്ച് ഇത്തിരി നീളമുള്ള ഇതിലാക്കിയ ശേഷം ഈ പെന്ന് വെച്ചിട്ട് നമുക്ക് അടിഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ എതളിങ്ങനെ അതിൻ്റെ ഷേപ്പ് കറക്റ്റാക്കി എടുക്കാനാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇത് കളർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആയിരിക്കും. അപ്പോൾ ഈ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേറൊരു മെത്തേഡ് കൂടി കാണിച്ചു തരാം. അതായത് ഓരോ എതളായിട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഒരു പ്രാവശ്യം തന്നെ മുഴുവൻ ചുറ്റിയെടുത്ത ശേഷം ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര എതൾ വേണോ, അതൊരു 5 ആണോ 6 ആണോ വേണ്ടതെങ്കിൽ നമുക്ക് അത്രയും ചുറ്റ് ഈ പെന്നിൽ ചുറ്റിയെടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് 1-2 ചുറ്റിയിട്ട് ഈ 2 അറ്റവും ചേർത്ത് ചുറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഓരോ എതളായിട്ട് പതുക്കെ അകത്തിയിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് ഓരോന്നായിട്ട് വെക്കാം. അപ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് വരാതെ കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അതായത് നമുക്ക് കളർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെക്കാം. ഇങ്ങനെ 2 മെത്തേഡിൽ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രണ്ടും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ്. നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ നെയിൽ പോളിഷ് വെച്ചിട്ട് കളർ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എങ്ങനെ കളർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയില്ലാത്ത നെയിൽ പോളിഷ് വേണം നമുക്ക് എടുക്കാൻ. അതായത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളത് വേണം. കുറച്ച് പഴയ നെയിൽ പോളിഷ് ആകുമ്പോൾ കട്ടിയാണെങ്കിൽ ഇതുപോലെ ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ അതളുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് വലിപ്പം ഉണ്ടെങ്കിൽ ആ ബ്രഷ് അത്രയും വലിപ്പമുള്ളതാണെങ്കിൽ വേഗം കിട്ടും. ഇപ്പോൾ നോർമൽ എല്ലാ നെയിൽ പോളിഷിൻ്റെയും ബ്രഷ് സെയിം വലിപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് റൗണ്ടിലുള്ള എതളിൽ കളർ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം ആവും. അതായത് 1-2 ബ്രഷൊക്കെ ട്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ നെയിൽ പോളിഷ് കുറച്ച് നന്നായിട്ട് ബ്രഷിലെടുക്കണം. നമ്മൾ അവിടെ നിന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ പാടില്ല. മുക്കിയിട്ട് നമുക്ക് അങ്ങനെ ബ്രഷ് നിറയെ ആയിട്ട് എടുക്കാം. അപ്പോൾ അതിനുശേഷം ഇത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേലെ വീണ്ടും 1-2 കോട്ടിങ് കൂടി അടിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് നല്ല കട്ടിയായിട്ടിരിക്കും. ഇപ്പോൾ ഒരു കോട്ടേ അടിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അത് കുറച്ച് ട്രാൻസ്പാരൻ്റ് ആയിട്ട് നമുക്ക് അടിഭാഗത്തേക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വല്ല സ്പോഞ്ചിലോ തെർമോക്കോളോ എന്തിലെങ്കിലും അങ്ങനെ കുത്തി വെക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അത് റെഡ് കഴിഞ്ഞു. അതേപോലെ തന്നെ ബ്ലാക്ക് ഒന്ന് ഇതുപോലെ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ എടുക്കുക. അതിനുശേഷം ആ ഓരോ എതളിൻ്റെ മുകളിലായിട്ട് കറക്റ്റ് ഇങ്ങനെ ആക്കുക. അത് ഒന്നിൻ്റെ മേലെ ഒന്ന് ഓരോ എതൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അതങ്ങനെ കാണിച്ചത്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം. അങ്ങനെ ഓരോന്നിലായിട്ട് കളർ കൊടുക്കാം. കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഒരു മൂടിയിലോ എന്തെങ്കിലും, അതായത് ഫ്ലവർ കറക്റ്റായിട്ട് മുങ്ങി നിൽക്കുന്ന വലുപ്പത്തിലുള്ള മൂടിയിൽ എന്തെങ്കിലും കുറച്ച് നെയിൽ പോളിഷ് ഒഴിച്ച ശേഷം അതിലിങ്ങനെ മുക്കിയെടുത്താലും മതി. ഇതായിരിക്കും ഏറ്റവും ഈസി. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം ഡ്രൈ ആയി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഈ ബണ്ടിലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സ്ലൈഡിൽ അല്ലെങ്കിൽ ഹെയർ പിന്നിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്ലവർ മാത്രം ഓരോന്നും കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്.
പിന്നെ ഇതിനായി നമ്മൾ എടുക്കുന്ന സ്ലൈഡ് അല്ലെങ്കിൽ ഹെയർ പിൻ എല്ലാം പുതിയത് തന്നെ വേണമെന്നൊന്നുമില്ല. കുറച്ച് പഴയതാണ്, പെയിൻ്റ് എല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കൂടി ഇതുപോലെ മുഴുവനായിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഏത് കളർ ഫ്ലവർ ആണോ ഒട്ടിക്കാൻ പോകുന്നത് ആ കളർ നെയിൽ പോളിഷ് നമുക്ക് ഈ സ്ലൈഡിലും ഒന്ന് അടിച്ചു വിടാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് മാച്ചായിരിക്കും, സ്ലൈഡും ആ ഫ്ലവറും സെയിം കളറിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ കളർ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സ്ലൈഡിൽ ഇപ്പോൾ റെഡ് അടിക്കാം, നമുക്ക് ഓറഞ്ച് ഫ്ലവറോ അല്ലെങ്കിൽ വേറെ ബ്ലാക്ക് കളർ ഫ്ലവറെല്ലാം അതിലൊട്ടിക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് ബ്ലാക്ക് കളർ സ്ലൈഡ് തന്നെയാണ്. അതിലോട്ട് ഞാൻ ഒരേപോലെയുള്ള 3 റെഡ് കളർ ഫ്ലവറാണ് ഒട്ടിക്കുന്നത്. ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഫ്ലവേഴ്സ് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ സ്ലൈഡിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഈ ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം. ഹോട്ട് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഫെവി ബോണ്ട് അല്ലെങ്കിൽ ഫെവിക്വിക്ക് അങ്ങനെയുള്ള ഗ്ലൂസ് ഉപയോഗിക്കാം. അതായത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇത് ഒട്ടിയിരിക്കുന്നത് വിട്ടുപോകാതെ ഇരിക്കാൻ പറ്റുന്ന ഗ്ലൂസ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പല ഡിസൈനിലുള്ള പല വലുപ്പത്തിലുള്ള സ്ലൈഡുകളാണ് ഞാനിവിടെ ഒട്ടിക്കുന്നത്. അപ്പോൾ പല കളറിൽ നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഇത് സ്ലൈഡുകളിൽ ഒട്ടിക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്കാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഉടുപ്പിനൊക്കെ മാച്ചായിട്ട് ഇങ്ങനത്തെ സെയിം കളർ ഫ്ലവർ വെച്ചിട്ട് നമുക്ക് എങ്ങനത്തെ ഡിസൈൻസ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു ഫ്ലവറാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഇതേപോലെ തന്നെ 2 3 വേണമെങ്കിൽ നമുക്കിതിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ 3 ഇതിലുള്ളതെല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു സ്ലൈഡിൽ ഒട്ടിക്കാനായിരുന്നു ഞാൻ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയത്, സെയിം കളർ മാച്ചായിട്ട്. പക്ഷെ അത് ഒട്ടിച്ച് വന്നപ്പോൾ ഞാൻ അത് ആദ്യം എടുത്ത് അവിടെ ഒട്ടിച്ച് പോയി. അതായത് നമുക്ക് ഇവിടെ വേറെ കളർ ഒട്ടിക്കാം, ബ്ലാക്ക് ഒട്ടിക്കാം. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നിറയെ ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ബാംഗിൾ, ബ്രേസ്ലെറ്റ്, പിന്നെ കമ്മൽ, നെക്ലസ്, പിന്നെ ഡ്രസ്സിലെല്ലാം ഇത് ഒട്ടിച്ചിട്ട് നെക്കിലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നിറയെ ക്രാഫ്റ്റ് വർക്ക്സിനും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫ്ലവർ കട്ട് ചെയ്തെടുക്കാതെ നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് ഈ ഫ്ലവർ വേസിലെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ സ്ലൈഡ്സ് ഇതൊക്കെയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ നടുവിൽ വേണമെങ്കിൽ നമുക്ക് ഓരോ മുത്തൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഈ ഒരു വലിയ ക്ലിപ്പിൽ മാത്രം ഈ 3 ഫ്ലവറിൽ മാത്രം ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഓരോ ഗോൾഡൻ കളർ കുഞ്ഞു മുത്തുകൾ ഞാൻ ഈ ഓരോ ഫ്ലവറിൻ്റെ നടുവിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിൽ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.